വാഹനത്തിന്റെ ഫ്രണ്ടിലെ ഒരു ഷോക്ക് അബ്സറാണ്. ഈ ഷോക്ക് അബ്സർ പോയി എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിനകത്ത് ഇവിടുന്നൊക്കെ ഓയിൽ ഇങ്ങനെ ഇവിടെയൊക്കെ ഓയിൽ വന്നിരിക്കും. പണ്ട് കാലത്ത് ഓയിൽ മാത്രമായിരുന്നു ഇതിനകത്ത് നിറച്ചിരുന്നത്, ഈ അംബാസഡറിൻ്റെ ഒക്കെ ആ കാലത്ത്. ഇപ്പോൾ ഓയിലിൻ്റെ കൂടെ ഗ്യാസ് കൂടിയുണ്ട്. ഗ്യാസ് എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ടോ, ഗ്യാസ് എന്നൊക്കെ എഴുതുന്നു. അപ്പോൾ ഗ്യാസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്യാസ് നിറച്ച് ഓയിൽ, കുറച്ച് ഓയിലും ഉൾപ്പെടെയാണ് ഈ സാധനം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് അറിയാൻ ഒന്ന് ഇതുപോലെ ഓയിൽ ഇവിടെ നോക്കുക. പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും. അത് കൂടാതെ പിന്നെ ഈ ഷോക്ക് അബ്സറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പം നമ്മളെല്ലാ കുഴിയിലും ചാടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുഴിയിലൊന്നും ചാടിക്കരുത്. ഷോക്ക് നല്ലതാണെന്നും പറഞ്ഞ് എല്ലാ കുഴിയിലും ചാടിച്ചുകൊണ്ടിരുന്ന ഒരു 2 വർഷം കൊണ്ട് ഷോക്ക് പോകും. പിന്നെ അത് മാറാൻ നടക്കണം. അപ്പോൾ അതിൽ പകരം നമ്മൾ കുഴിയൊക്കെ കണ്ടാൽ ചവിട്ടി തന്നെ പതുക്കെ ഇറക്കാൻ ശ്രദ്ധിക്കുക, ഏത് വണ്ടിയാണെന്നും. അപ്പോൾ അത് അഴിച്ചെടുത്ത സ്പ്രിങ്ങൊക്കെ അഴിച്ചെടുത്ത ഷോക്കാണ്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയാന്നറിയാൻ വേണ്ടി എടുപ്പം ഇത് ഫുള്ള് താക്കുക. അങ്ങനെ ഫുള്ള് താത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പടാന്ന് പൊങ്ങി വരും. പെട്ടെന്ന് പൊങ്ങുന്നതല്ല, ഇതൊരു ഷോക്ക് കുഴി ചാടിക്കഴിഞ്ഞാൽ കയറി വരാനുള്ള സമയത്ത് അതൊക്കെ ഈ കണ്ടീഷൻ പൊങ്ങി. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഷോക്കാണ്. ഇതത്ര നല്ല ഷോക്കല്ല, നല്ലതാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരേ സ്പീഡിൽ തന്നെ പൊങ്ങി വന്നേനെ.